287 പുതിയൊരു ചാപ്റ്റർ ആണ്. അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. ചാപ്റ്ററിന്റെ പേര് ബുക്കിലോട്ട് എഴുതണം. ചാപ്റ്റർ നെയിം ഓക്കെ. ഇപ്പൊ എന്താണ് റേഷ്യോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റേഷ്യോ ആണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് തറമായിരിക്കണം. അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശ വില, ഏകദേശം എന്നുള്ള അർത്ഥം. അപ്രോക്സിമേറ്റ്, അതിനോടടുത്ത് നിൽക്കുന്നത് എന്നുള്ള അർത്ഥം. ആൻഡ് സിംപ്ലിഫിക്കേഷൻ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ പ്രോബ്ലത്തെ ഒക്കെ നമ്മൾ ചെറുതാക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ബോർഡ് മാസ് വെച്ചിട്ടുള്ള പ്രോബ്ലം. അത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ അതിനെ ഓപ്പറേഷൻസ് ചെയ്ത് ഒരൊറ്റ നമ്പർ ആക്കി മാറ്റുന്നു. അത് ന്യൂമറിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യുന്നതും അപ്രോക്സിമേഷൻ ചെയ്യുന്നതും. അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ് റേഷ്യോ എന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. റേഷ്യോ എന്ന് വെച്ചാൽ എ കമ്പാരിസൺ between two quantities of the same type okay. എഴുതാണ് ഇത്. എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം ടൈപ്പ്. കമ്പാരിസൺ എന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തുക ഒരേ കാര്യത്തെ. ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേ ടൈപ്പിന്റെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ കാണിക്കുന്നത്. അതിന് എക്സാമ്പിൾ, അതായത് ഒരേ അളവിനെ, ഒരേ ടൈപ്പ് വസ്തുവിന്റെ അളവുകളെ താരതമ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് റേഷ്യോ. ഓക്കെ. എക്സാമ്പിൾ താഴോട്ട് എഴുതുക. 2 liter milk is to 1 liter water. അപ്പൊ റേഷ്യോ നമ്മൾ എപ്പോഴും 2 പോയിന്റ് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഈസ് ടു, അപ്പൊ 2:1. 2 liter of milk and 1 liter of water. മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:1. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം പാലിന്റെ പകുതിയാണ് വെള്ളത്തിന്റെ അളവ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നിന്നും, അപ്പൊ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എഴുതിക്കോ. 1 നമ്പർ ഇട്ടോ കേട്ടോ. 2 liter മിൽക്ക് ഈസ് ടു 1 liter വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അപ്പൊ ഇത് നിങ്ങൾ ആൻഡ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ആൻഡ് എന്ന് കൊടുത്താൽ മതി. ആൻഡ് 2 ലിറ്റർ മിൽക്കും 1 ലിറ്റർ വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ് 2:1. 2:1 എന്നുള്ളത്. ഓക്കെ. A comparison between two quantities of the same type. Answer: 2 liter മിൽക്കിനെയും 1 ലിറ്റർ വാട്ടറിനെയും കൂടെ
നമ്മൾ കമ്പാരിസൺ ചെയ്യുക. അതായത് 2 ലിറ്റർ പാലിന് 1 ലിറ്റർ വെള്ളം, അതായത് എടുക്കുന്ന പാലിന്റെ ഹാഫ് ആയിരിക്കും വെള്ളത്തിന്റെ അളവ്. അപ്പൊ ആ ലിറ്ററിനെ നമ്മൾ റേഷ്യോയിൽ എഴുതുന്നതാണ് 2:1. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ റേഷ്യോ എന്ന് നിങ്ങൾ എഴുതിയിട്ട് എക്സാമ്പിൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണം കൊടുക്കാൻ. ഇങ്ങനെ 2 ലിറ്റർ മിൽക്ക് ആൻഡ് 1 ലിറ്റർ വാട്ടർ, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. ബിജു ബിന്ദു എന്ന പ്രൊഫൈൽ ഉള്ളത് എന്തിനാ സംസാരിക്കുന്നേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ എന്താണെന്ന് മനസ്സിലായി. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്, ഇങ്ങനെ 2 നമ്പറിന്റെ റേഷ്യോനെ ഇങ്ങനെ എഴുതാമെങ്കിൽ നമുക്ക് വീണ്ടും 2 നമ്പറിന്റെ കമ്പാരിസൺ ആയിട്ട് കൊടുക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ്, നമ്മുടെ കയ്യിൽ ഒരു റേഷ്യോ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. നമ്മുടെ കയ്യിൽ ഒരു റേഷ്യോ ഉണ്ട് 1:2. 1:2. കോമ ഇട്ടിട്ട് റൈറ്റ് ഈക്വലന്റ് EQUIVALENT റേഷ്യോ. തുല്യമായ ഒരു റേഷ്യോ എഴുതുക. 1:2 തുല്യമായ ഒരു റേഷ്യോ എഴുതുക. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത്, ഈ റേഷ്യോ നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇച്ചിരി അകത്തി എഴുതണേ. 1 ഇട്ടിട്ട് ഇച്ചിരി അകത്തി ഈ പോയിന്റ് കൊടുക്കണേ, എന്നിട്ട് 2 എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യയില് ഇതിന് തുല്യമായ എനിക്കൊരു റേഷ്യോ എഴുതണം. ഓക്കെ, ഇതിന് തുല്യമായ റേഷ്യോ എനിക്ക് എഴുതണമെങ്കിൽ 1:2 തുല്യമായ റേഷ്യോ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 2 നമ്പറിനെയും കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇഷ്ടമുള്ള സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് 1നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു, 2നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഈ റേഷ്യോ 2:4 എന്നാകും. 2:4 എന്നാകും. ഓക്കെ, വൺ ഈസ് ടു എന്തായി മാറി? 2:4 ആയി മാറി. അപ്പൊ നമുക്ക് 2:4 എന്നുള്ളത് 1:2 തുല്യമായ ഒരു റേഷ്യോ ആണ്. വീണ്ടും എനിക്കിതിനെ വേറൊരു റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ 1:2, അപ്പൊ ഇത് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതണേ. 1 കൊടുക്കുക, 1 കൊടുക്കുക. അപ്പൊ ഇത് ആൻസർ ആയിട്ട് എഴുതി. ഇനി 2 കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ നമ്മുടെ റേഷ്യോനെ 3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പൊ 1 × 2 2 × 2 ആയിരുന്നു, 2:4 എന്ന് കിട്ടി. അടുത്ത ഒരു റേഷ്യോ ഞാൻ 2നെയും 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് 3:6 എന്നാ. വേറൊരെണ്ണം ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. 1:4 2:4 4:8. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്പാരിസൺ ആണ്. കമ്പാരിസൺ, അതായത് ആദ്യം കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയേക്കാൾ
ഇരട്ടിയാണ്, ഡബിൾ ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര ഈക്വാലന്റ് റേഷ്യോസും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അത് എഴുതുക. 1 into 2 is to 2 into 2, 2 is to 4 കിട്ടി. 1 into 3 is to 2 into 3, 3 is to 6 കിട്ടി. 1 is to 4, 1 into 4 is to 2 into 4, 4 is to 8 കിട്ടി. ഓക്കെ, അപ്പൊ രണ്ട് റേഷ്യോസിനെ നമുക്ക് തുല്യമാക്കി എഴുതാൻ സാധിക്കും. ആൻസർ അത്രയായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. മൂന്നാമത്തെ ഓക്കെ, 2 is to 3 equal to 2 is to 3 equal to 16 is to dash. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 is to 3 equal to 16 is to dash. അപ്പൊ ഈ ഒരു റേഷ്യോയിന് തുല്യമാണ് ഈ കിടക്കുന്ന അംശബന്ധം. റേഷ്യോന്റെ മലയാളം അംശബന്ധം. അതിനകത്ത് തന്നെയുണ്ട് അതിന്റെ ചെറിയ, അതായത് നമ്മൾ റിലേഷൻ എഴുതിയതിനു ശേഷം ആ സംഖ്യ ഏറ്റവും ചെറുതാക്കുന്നു, അംശമാക്കുന്നു. അതാണ് അംശബന്ധം. 2 is to 3 equal to 16 is to dash. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞത് ഈ കിടക്കുന്ന റേഷ്യോനെ കോമൺ ആയിട്ടൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്തുള്ള റേഷ്യോ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു 2വിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അവിടെ ആദ്യത്തെ സംഖ്യ. അപ്പൊ 2വിന്റെ ടേബിളിൽ 16 വരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ചിന്തിക്കണം. 2വിന്റെ ടേബിളിൽ 16 എപ്പോ വരുമെന്ന് ചിന്തിക്കാം. 2 8s are 16. അതുകൊണ്ട് 8 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അപ്പൊ തുല്യമായ ഒരു റേഷ്യോ കിട്ടണമെങ്കിൽ ഒരു സംഖ്യ കൊണ്ടായിരിക്കണം രണ്ട് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് 16 കിട്ടിയതെങ്കിൽ ഇവിടെ 3യെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 24 എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ പറയാത്തത്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. ടെക്സ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 2. Question number 2. 5 is to 50 equal to 10 is to x. X ഞാൻ സ്മോൾ ലെറ്റർ x എഴുതുക. Find the value of x. Find the value of x. ഓക്കെ, കുറച്ചു മുമ്പ് ചെയ്ത പോലെ തന്നെ 5 ഗുണം 50 5 is to 50 equal to 10 is to സംഖ്യ തന്നിട്ടില്ല, അതിന് പകരം x, നമ്മൾ ആ x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സംഖ്യ കിട്ടുന്നത് ആദ്യത്തെ സംഖ്യയെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടാ. അടുത്ത സംഖ്യ കിട്ടുന്നത് ഈ രണ്ടാമത്തെ സംഖ്യയെ ആദ്യം ഏത് കൊണ്ടാണോ ഗുണിച്ചത് ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം
5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴായിരിക്കും 10 കിട്ടുന്നത്? അപ്പൊ 5ന്റെ ടേബിളിൽ 10 എപ്പോഴാണ് വരുന്നതെന്ന് ആലോചിക്കാം. 5 2s are 10. അങ്ങനെയെങ്കിൽ ആ 2 കൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ 50നെയും ഗുണിക്കുന്നത്. 50 ഗുണം 2, 5 2s are 10, അപ്പൊ 100. ആൻസർ 100. അപ്പൊ ആദ്യത്തേന്റെ എന്തുകൊണ്ട് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ടാമത് ഈ കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തത് കിട്ടുന്നതെന്ന് നോക്കണം. രണ്ടാമത്തെ സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് ലാസ്റ്റ്. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ 3. ഇഫ് എക്സ് ഹാസ് ₹5 and y has ₹10, find the ratio of their money. Question. If x has ₹5 and y has ₹10, find the ratio of their money. Okay. ഇപ്പൊ x എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയുടെ കയ്യിൽ 5 രൂപയുണ്ട്. y എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ 10 രൂപയുണ്ട്. എങ്കിൽ അവരുടെ കൈകളിലുള്ള രൂപയുടെ റേഷ്യോ, അപ്പൊ രൂപ എന്ന് പറയുന്നത് ഒരൊറ്റ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ റേഷ്യോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ എക്സിന്റെ റേഷ്യോ വൈയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:5:10. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇത് മണിയാണ്. മണി MONEY, വൈയുടെ മണി, എക്സിന്റെ മണി. ഓക്കെ. താഴെ ഒരു ഇങ്ങനെ MONEY എന്ന് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മളൊരു റേഷ്യോ എഴുതിയാൽ അതിനെ ചെറുതാക്കി എഴുതാൻ മാക്സിമം ശ്രദ്ധിക്കുക. 5:10 എന്നുള്ളതിൽ അതിനെ ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ 5ഉം 10ഉം കോമൺ ആയിട്ട് ആരുടെ ടേബിളിൽ വരുന്നു എന്ന് ശ്രദ്ധിക്കുക. കുറച്ചു മുമ്പ് നമ്മൾ ഈക്വൽ റേഷ്യോ എഴുതിയത് എങ്ങനെയാ? ഒരേ സംഖ്യ രണ്ടിടത്തും ഗുണിച്ചു. ഇനി ഇതിനെ ചെറുതാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരേ സംഖ്യ രണ്ടിടത്തും ഡിവിഷൻ നടത്തണം. അപ്പൊ ഞാൻ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയാകുമ്പോൾ 5/5 1ഉം 10/5 2ഉം. ആൻസർ 1:2. ആൻസർ 1:2 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റിലെ 4. പേജ് നമ്പർ 287 തന്നെയാണ്. If
10, 20, x and 40 are in equal proportion. Are in equal proportion. What is the value of x? What is the value of x? 10, 20, x, 40. 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഈ 4 നമ്പേഴ്സും പ്രൊപ്പോർഷനിലാണ് എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ റേഷ്യോ പഠിച്ചു. എന്താണ് റേഷ്യോ എന്ന് പഠിച്ചു. ഇപ്പൊ 10, 20, x, 40 ആർ ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു. അതില് 1, 2, 3, 4 നമ്പർ ഉണ്ട്. ഇവിടെ 4 നമ്പർ ആണ് റേഷ്യോയിൽ പറയേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചത് 2 നമ്പർ റേഷ്യോയിൽ എഴുതാനാണ്. അപ്പൊ ഇവിടെ 4 എണ്ണം ഉള്ളത് കൊണ്ട് ഇവിടെ റേഷ്യോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രൊപ്പോർഷനിലാണെന്നാ. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2 റേഷ്യോന്റെ തുല്യമായി എഴുതുന്നതാണ് പ്രൊപ്പോർഷൻ. 2 റേഷ്യോനെ തുല്യമായി എഴുതുന്നതാണ് പ്രൊപ്പോർഷൻ. അപ്പൊ ആദ്യത്തെ ഈ 2 എണ്ണവും ഇത് രണ്ടും പ്രൊപ്പോർഷനിലാണ്. അതായത് 10/20, അതായത് ഇതിന്റെ ഫ്രാക്ഷനും തുല്യമാണ്. അതായത് കോമയിട്ടിട്ട് 10:20 x:40 തുല്യമാണ്. അപ്പൊ ഈ ഓർഡറിലേ എഴുതാവൂ. തിരിച്ചെഴുതിയാൽ കണക്ക് തെറ്റും. 10:20 പകരം 20:10 എന്ന് എഴുതരുത്. കാരണം അവർ ആ ഓർഡറിൽ തന്നിരിക്കുക. x:40 എഴുതാവൂ. ഒരിക്കലും തിരിച്ച് 40:x എന്ന് എഴുതരുത്. അത് തെറ്റാണ്. ആ തന്നിരിക്കുന്ന ഓർഡറിൽ പ്രൊപ്പോർഷൻ ആക്കി വേണം നമ്മൾ എഴുതാൻ. ഈക്വൽ പ്രൊപ്പോർഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, അതായത് തുല്യമായ ഫ്രാക്ഷൻ. അപ്പൊ ഇത് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു. ആദ്യത്തെ സംഖ്യ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ റേഷ്യോ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് x ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. എന്നാൽ നമുക്ക് വേറൊരു കാര്യം അറിയാം. ഈ രണ്ടാമത്തതിനെ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ലാസ്റ്റിലത്തെ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം 20 × 2 ആണ് 40. 20 × 2 ആണ് 40. അങ്ങനെയെങ്കിൽ 2 കൊണ്ടായിരിക്കും രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് x എന്ന് പറയുന്നത് 20 ആണ്. ആൻസർ x = 20. If 10, 20, x and 40 are in equal proportion, what is the value of x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആ ഈക്വൽ പ്രൊപ്പോർഷനിൽ എഴുതണം. ആദ്യത്തെ 2 സംഖ്യയുടെ ഫ്രാക്ഷനും രണ്ടാമത്തെ 2 സംഖ്യയുടെ ഫ്രാക്ഷനും തുല്യമാണ്. അതിനെ റേഷ്യോന്റെ ഫോമിൽ എഴുതി. നമ്മൾ പറഞ്ഞിരുന്നു രണ്ടും കൂടി തുല്യമാകണമെങ്കിൽ ആദ്യത്തെ ഫ്രാക്ഷന്റെ കൂടെ ഏതെങ്കിലും ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് രണ്ടാമത്തെ റേഷ്യോന്റെ ആദ്യത്തെ സംഖ്യ. അതേ നമ്പറിനെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ചിരിക്കണം, എങ്കിലേ രണ്ടാമത്തെ റേഷ്യോന്റെ സംഖ്യ കിട്ടൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അടുത്ത ഇതേ കണക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൾട്ടിപ്ലിക്കേഷനിലൂടെ. അതാണ് ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എഴുതണം. If A is to B equal to B, C is to D, then
ഡാഷ് ഇൻറ്റു ഡാഷ്, സോറി ഈക്വൽ ടു ആണേ, ഡാഷ് ഈക്വൽ ടു ഡാഷ്. എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും തുല്യമാണെങ്കിൽ then ഡാഷ് ഈക്വൽ ടു ഡാഷ്, ഈ ഡാഷിന്റെ രണ്ട് സ്ഥലത്തും എന്ത് വരും എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ എ ഈസ് ടു ബി എന്ന് പറഞ്ഞ രണ്ട് സംഖ്യ, അതിന്റെ റേഷ്യോവും വേറൊരു സംഖ്യയുടെ റേഷ്യോവും തമ്മിൽ തുല്യമാണ് എങ്കിൽ ഈക്വൽ ടു ഇട്ടതിനെ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് എ ഈസ് ടു ബി, രണ്ട് സംഖ്യകളുടെ റേഷ്യോവും വേറൊരു സംഖ്യയുടെ റേഷ്യോവും തുല്യമാണെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഈക്വൽ ടു അല്ല താഴെ എ ഇൻറ്റു ഡി, അതായത് ആദ്യത്തതും അവസാനത്തതുമായ സംഖ്യ ഗുണിക്കുക, സമവിടുക, ഈക്വൽ ടു ഇടുക, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ആദ്യത്തെ റേഷ്യോന്റെ രണ്ടാമത്തെ സംഖ്യയും രണ്ടാമത്തെ റേഷ്യോന്റെ ആദ്യത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുക. ഇത് നിങ്ങൾ ഒരു ബോക്സിൽ എഴുതി ഇടണം. ഓക്കെ, ആൻസർ എ ഇൻറ്റു ഡി ഈക്വൽ ടു എ ഇൻറ്റു ഡി ആണ് ഈക്വൽ ടു സി ഇൻറ്റു ബി ഇൻറ്റു സി. ആൻസർ ഇതാണ്. അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചത് ഇങ്ങനെയും കണ്ടുപിടിക്കാം. A is to B equal to C is to D, A into D equal to B into C. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഈ മോഡലിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ഒരെണ്ണം ഇടാം. 1:2 ഈക്വൽ ടു 3:, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ x എന്ന് പറയുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 1:2 ഈക്വൽ ടു 3:x. ഫൈൻഡ് x കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡ് x. അപ്പൊ നമുക്കറിയാം 1:2 ഈക്വൽ ടു 3:x എന്ന് പറയുന്നതിൽ ആദ്യത്തതും അവസാനത്തതും തമ്മിൽ ഗുണിക്കുന്ന സംഖ്യയും രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണ്. അപ്പൊ 1 into x ഈക്വൽ ടു 2 into 3. 1 into x എന്ന് പറഞ്ഞാൽ x equal to 2 into 3 6, x equal to 6. ആൻസർ കിട്ടി. ഈ എക്സിന്റെ വാല്യൂ 6. അല്ലാതെ നമ്മൾ കുറച്ചു മുമ്പ് ഒരു രീതി ചെയ്തായിരുന്നു. 1നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 3 കിട്ടുന്നത് നോക്കുക. 3 കൊണ്ട് ഗുണിക്കുമ്പം, അങ്ങനെയെങ്കിൽ 2നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും x 6. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ രീതി ചെയ്താൽ മതി, ഇത് ചെയ്ത് സമയം കളയാൻ നിൽക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ.
11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റിലെ 11th. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ 10, 12 and 18? 10, 12 and 18. വാട്ട് ഈസ് ദ റേഷ്യോ എന്നാണ് ചോദ്യം. റേഷ്യോ എന്ന് പറയുമ്പോൾ ആ സംഖ്യയെല്ലാം റേഷ്യോ ഇട്ട് എഴുതുക. ആ സംഖ്യയെ റേഷ്യോ ഇട്ട് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു റേഷ്യോയിൽ എഴുതുന്ന സംഖ്യയെ ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റിയിരിക്കണം. ഏറ്റവും ചെറിയ ഒരു ഫോമിലേക്ക് മാറ്റണം. അപ്പോ ഈ 3 സംഖ്യയ്ക്കും കോമൺ ആയിട്ട് നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റെഡിയാകും? ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇത് 3ഉം വരുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. സോ 5:6:9. ഇനി ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇതിന് 3നും കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടു 5ഉം 6ഉം 9ഉം കോമൺ ആയിട്ട് ആരുടെ ടേബിളിലും വരുന്നില്ല. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുക. അപ്പൊ ആൻസർ 5:6:9. ആൻസർ നിങ്ങൾ ആൻസർ ഒന്ന് എടുത്തെഴുതണേ. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഏത് ആൻസർ ഒന്ന് കൺഫ്യൂഷൻ വരരുത്. ആൻസർ 5:6:9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ അല്ല, അത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 10 തന്നെയാണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 10. What is the ratio between 15 and 35? ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ഫിഫ്റ്റീൻ ഈസ് ടു 35 എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 5 കൊണ്ട്. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 5s are 15. അതുകൊണ്ട് ഇതിന്റെ ആദ്യത്തെ 3. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 5s are 35. ആൻസർ 7. 3:7. ആൻസർ 3:7. ടെക്സ്റ്റിലെ 12th ക്വസ്റ്റ്യൻ ആണ്, 12ാമത്തെ ക്വസ്റ്റ്യൻ. What is the ratio between two men of
2 men of weight 65 kilogram and 70 kilogram. What is the ratio between two men of weight 65 kilogram and 70 kilogram? രണ്ട് പുരുഷന്മാരുടെ വെയിറ്റ് ഭാരം തന്നിരിക്കുന്നു. അത് റേഷ്യോയിലാക്കി എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ റേഷ്യോയിൽ എഴുതാം. 65 കിലോഗ്രാമും 70 കിലോഗ്രാമും കൂടെ നമ്മൾ റേഷ്യോയിൽ എഴുതുകയാണ്. അപ്പൊ ഇതിനെ ചെറിയ സംഖ്യയിൽ അനുപാതത്തിലാക്കുക അല്ലെങ്കിൽ അംശബന്ധത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ 65നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഇവിടെ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ 5 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 അല്ലെങ്കിൽ 0, 5 അല്ലെങ്കിൽ 0 അതിന്റെ വൺസ് പ്ലേസിൽ ഉണ്ടെങ്കിൽ 5 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ടിനെയും ഞാൻ 5 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 65നെ 5 കൊണ്ട് 1 5s are 5, 6 minus 5 1, 5 താത്തിറക്കി, 3 5s are 15, 13. അപ്പൊ ആദ്യത്തെ സംഖ്യ കിട്ടി. ഇനി 70 ചെയ്യാം. 70 by 5, 1 5s are 5, മൈനസ് ചെയ്യുമ്പോൾ 2, 0 താത്തിറക്കി 20, 5 4s are 20. ആൻസർ 14. ആൻസർ നിങ്ങൾക്ക് വ്യക്തമായി കാണാനാണ് ഞാൻ ഈ വട്ടമൊക്കെ ഇടുന്നത് കേട്ടോ. ആരും അത് നോക്കി വട്ടം ഒന്നും ഇട്ട് വെക്കല്ല അവിടെ ഇവിടെയൊക്കെ. നിങ്ങൾക്കത് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ആൻസർ വട്ടം ഇടുന്നത്. ഓക്കെ, ഇത് 14 ആണെന്ന് ഓർക്കുക. ആൻസർ 13:14. 13:14. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. What is the simplest form of 44:66? What is the simplest form of 44:66? ഓക്കെ, സിംപ്ലസ്റ്റ് ഫോം 44:66. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് രണ്ടിനെയും നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ 44/11 എന്ന് പറയുന്നത് 4ഉം 66/11 എന്ന് പറയുന്നത് 6ഉം. വീണ്ടും ഇതിനെ സിംപ്ലസ്റ്റ് ആക്കാൻ സാധിക്കുന്നു. കാരണം 4ഉം 6ഉം 2ന്റെ ടേബിളിൽ വരുന്ന സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2:3 എന്ന് വരുന്നു. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ആൻസർ 2:3. ആൻസർ 2:3.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. What is the 3:4 equal to 12:dash? ക്വസ്റ്റ്യൻ ഇതാണ്. 3:4 equal to 12:dash. നമ്മൾ ആ വഴിക്കണക്ക് പോലെ ഒന്ന് ചെയ്യിക്കാം. ഓക്കെ, 3:4 equal to 12:dash എന്ന് പറഞ്ഞാൽ വഴിക്കണക്ക് ആദ്യം ചെയ്തിട്ട് പിന്നെ മഴക്കണക്കില്. ഓക്കെ, അതായത് ലാസ്റ്റിലെ നമ്പർ തമ്മിൽ ഗുണിക്കുന്നത്, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 3 എന്ന് പറയുന്നതും ഈ രണ്ട് സംഖ്യ തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണ് 4 × 12. അതായത് ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 2 × 3 താഴോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകുന്നു. പഠിപ്പിച്ചതാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 12നെ 4 കൊണ്ട് ഗുണിക്കുക. 4 2s are 8, 4 1s are 4. 48 divided by 3 എന്നാണ് വരുന്നത്. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 3s are 3, മൈനസ് ചെയ്യുമ്പോൾ 1, 8 താത്തിറക്കി, 6 3s are 18. ആൻസർ 16. ആൻസർ താഴോട്ട് ആൻസർ എഴുതണേ. ഞാനിത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് സൈഡിൽ ആൻസർ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റില് 19, ക്വസ്റ്റ്യൻ നമ്പർ 19. The ratio between rupees 2.40 and 1.80 is dash. The ratio between 2.40 and 1.80 is. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ റുപ്പീസ് ആണ്. അപ്പൊ ഇവിടെ റേഷ്യോ നമ്മൾ എഴുതാൻ പോവാണ്. 2.40 1.80 തമ്മിലുള്ള റേഷ്യോ. അപ്പൊ റേഷ്യോ എഴുതാനായിട്ട് നമുക്ക് ഫ്രാക്ഷനിൽ കൊടുത്തിട്ട് റേഷ്യോ എഴുതാം. അപ്പൊ അത് വേറൊരു രീതിയാണ്. ഫ്രാക്ഷൻ ആക്കുക, സിംപ്ലസ്റ്റ് ആക്കുക, റേഷ്യോയിൽ എഴുതാം, അങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ ഞാൻ ദശാംശ സംഖ്യ ഡെസിമൽ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. താഴെയും മുകളിലും, അതായത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ പ്ലേസിലാണ് ഡെസിമൽ എങ്കിൽ ആ ഡെസിമൽ ക്യാൻസൽ ആയി പോകും. അത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് കൂടുതൽ അത് എങ്ങനെയാ വന്നേന്നൊക്കെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഇത്രയും ഓർത്താൽ മതി. താഴെ 2 പ്ലേസ് മാറ്റിയിട്ടുണ്ട്, മുകളിലും 2 പ്ലേസ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പ്ലേസുകൾ ഇല്ലാതെ എഴുതാൻ സാധിക്കുന്നു.
ഇനി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും രണ്ടിലും 0 ഉണ്ട് അറ്റത്ത്. ഏറ്റവും 1ന്റെ പ്ലേസിൽ രണ്ടിലും ഓരോ 0 വീതം. അപ്പൊ 0 പോയി, വീണ്ടും സംഖ്യ ചെറുതായി. ഇനി 24ഉം 18ഉം ഏത് നമ്പറിന്റെ ടേബിളിലാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം 24ഉം 18ഉം കോമൺ ആയി വരുന്നത് 3യുടെ ടേബിളിലാണ്. അപ്പൊ 3 വെച്ച് 6ന്റെ ടേബിളിലും വരുന്നുണ്ട്. 6 3s are 18ഉം 6 4s are 24ഉം 3യുടെ ടേബിളിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം 3 വെച്ച് അങ്ങ് ചെയ്യാം. അപ്പൊ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 18നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 8/6. വീണ്ടും ഇതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. 4/3. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത്, റേഷ്യോ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും കണ്ടുപിടിക്കാം, തെറ്റൊന്നുമില്ല. 4:3. ഓക്കെ, 4:3. അപ്പം ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പോൾ അത് റേഷ്യോ ആക്കിയാൽ മതി. ന്യൂമറേറ്റർ ആദ്യം കൊടുക്കണം, ഡിനോമിനേറ്റർ രണ്ടാമത് കൊടുക്കണം. ആദ്യം ഡെസിമൽ മാറ്റി, പിന്നെ 0 കളഞ്ഞു, പിന്നെ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അവസാനം 4:3 എന്ന് വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 25. What is the simplest form of (72:48)? ഓൾറെഡി റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോനെ തന്നെ നമ്മൾ സിംപ്ലസ്റ്റ് ആക്കി മാറ്റുക. സിംപ്ലസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക, ചുരുക്കുക. 72:48നെ സിംപ്ലസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഇത് രണ്ടും ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനെ. 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 3s are 6, മൈനസ് ചെയ്യുക, 1 വരും. 12, 2 താത്തിറക്കി. 6 2s are 12, 36:48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 2s are 4, 8 താത്തിറക്കി. 4 2s are 8. ആൻസർ 24. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ സാധിക്കും, കാരണം 6ന്റെ ടേബിളിൽ വരുന്ന രണ്ട് സംഖ്യകളാണിത്. 6 6 are 36 ആണ്, 6 4s are 24 ആണ്. ടേബിൾ കൃത്യമായി അറിയാവുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അല്ല ഇനി ഞാൻ ഇതിന്റെ എല്ലാ ടേബിളും പറയണം, ഡിവിഷനും പറയണം. 6ന്റെ ടേബിളിൽ എപ്പോഴാണ് 36 വരുന്നതെന്ന് ആലോചിക്കുക.
6ന്റെ ടേബിളിൽ എപ്പോഴാ 24 വരുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനിയും ഈ 6ഉം 4ഉം 2ന്റെ ടേബിളിൽ വരുന്ന ആൾക്കാരാ. 2 into 3 ആണ് 6, അപ്പൊ 3 എഴുതി. 2 into 2 ആണ് 4, അപ്പൊ 2 എഴുതി. ആൻസർ 3:2. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ അതിന്റെ ആൻസർ മനസ്സിലാവൂ. ഡിവൈഡ് ₹80 in the ratio of 3:6:7. 3:6:7. Okay. Divide ₹80 in the ratio of 3:6:7. 80 രൂപയെ ഈ 3 ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പൊ ഏതോ സംഖ്യകളുടെ ഒരു ചുരുക്ക രൂപമാണ് ഈ 3:6:7. അപ്പൊ ഈ 3:6:7 എന്ന പാർട്ടിനെ 80 രൂപ ഈ 3 പാർട്ടിന് എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് റേഷ്യോയും ഒരു സംഖ്യയും വന്നാൽ അതിനെ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് എന്ന. അപ്പൊ ഓരോന്നിന്റെയും പാർട്ട് കണ്ടുപിടിക്കണം. ഓരോന്നിന്റെയും പാർട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് റേഷ്യോന്റെ സം എഴുതുക. ഓക്കെ, റേഷ്യോയുടെ സം എന്ന് വെച്ചാൽ കൂട്ടുക. 3 + 6 + 7 ഈ 3 റേഷ്യോയും കൂടെ കൂട്ടുക. 7 3 10, 10 6 16. കൂട്ടിയതിന് ശേഷം ഓരോ പാർട്ടിനെയും 16ന്റെ ന്യൂമറേറ്റർ ആക്കി എഴുതുക. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഈ 3 എന്ന സംഖ്യ, ഈ 3 എന്ന പാർട്ടിന് 80 രൂപയിൽ എത്ര രൂപ വീതിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ ചോദ്യം. അതിനു വേണ്ടിയിട്ട് ടോട്ടൽ സം താഴെയും 3 മുകളിലും, ഫസ്റ്റ് പാർട്ട് 3 ആയതുകൊണ്ട് അതിനെ ടോട്ടൽ 80 കൊണ്ട് ഗുണിക്കുക. ടോട്ടൽ 80 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് മുകളിലത്തെ സംഖ്യ തമ്മിൽ ഗുണിക്കണം, താഴത്തെ സംഖ്യ അതുപോലെ എഴുതുക. 80 × 3 240. ഇതിനെ ഡിവൈഡ് ചെയ്യണം. 240നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം 16നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 240 കിട്ടുമെന്ന് നോക്കണം. അപ്പൊ അതിനാദ്യം 16 × 1 16, 16 × 2 32. ഇവിടെ നമുക്ക് 16 × 1 അങ്ങ് എടുക്കാം, കാരണം 24 വെച്ച് ചെയ്യാൻ വേണ്ടി. ഇവിടെ 1, ഇവിടെ 14. 14 ന് 6 പോയാൽ 8, 0 താത്രക്കി 80. 16നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 80. 6 5 30, ശിഷ്ടം 3, 0 താത്തിറക്കി 0 ഇവിടെ എഴുതി. 5 1s are 5, 5 + 3 80. അപ്പോ ആൻസർ 15. അപ്പൊ ആദ്യത്തെ പാർട്ടിന് 15 രൂപ കൊടുക്കണം. 80 രൂപയിൽ നിന്നും 15 രൂപ ആദ്യത്തെ പാർട്ടിന് കൊടുക്കണം. ഓക്കെ, ഇത് എഴുതുക പെട്ടെന്ന്. അടുത്തത് പറയാം, പെട്ടെന്ന് എഴുതണം. അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിന്റെ
എത്ര രൂപയാണ് ഈ 80-ൽ നിന്ന് കൊടുക്കേണ്ടത്? അതിനു വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണേ. ആരും മായ്ച്ചും തുടച്ചും വെട്ടിയൊന്നും കളയരുത്. വീണ്ടും സെക്കൻഡ് പാർട്ട് എന്ന് എഴുതുക. സെക്കൻഡ് പാർട്ട് 6 ആണ്. 16-ൽ 6 എന്ന് എഴുതുക. അതിന് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ വേണം നിങ്ങൾ സെക്കൻഡ് പാർട്ട് എന്ന് എഴുതാൻ. വീണ്ടും ഈ സംബന്ധം പറഞ്ഞ് എഴുതി വെക്കല്ലേ. ഇനി 80-നെ 6 കൊണ്ട് ഗുണിക്കണം. 80-നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 8 48 480. 480/16 480/16. ഇനി 480-നെ 16 കൊണ്ടൊന്ന് ഗുണിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 16 ഗുണം 16 × 2 32 ആ. അപ്പൊ നമുക്ക് അതങ്ങ് എഴുതാം. 16 × 2 32ഉം 16 × 3 എത്ര നോക്കാം. 16 × 3 6 3s are 18. 3 1s are 3 plus 1 4 48 കിട്ടും. അതുകൊണ്ട് 3 കൊണ്ട് ഗുണിച്ചാൽ 48. അങ്ങനെയെങ്കിൽ 30 കൊണ്ട് ഗുണിച്ചാൽ 480. 16-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 48. അങ്ങനെയെങ്കിൽ 16-നെ 30 കൊണ്ട് ഗുണിച്ചാൽ 480. ആൻസർ 30. സെക്കൻഡ് പാർട്ട് എത്ര രൂപയാണെന്ന് കിട്ടി? 30 രൂപ. 80 രൂപയിൽ നിന്നും 30 രൂപ ഈ 6 എന്ന് പറയുന്ന പാർട്ടിന് കൊടുക്കണം. അടുത്തത് പെട്ടെന്ന് വേണം. അടുത്തത് തേർഡ് പാർട്ട്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതണേ. തേർഡ് പാർട്ടില് 7 ആണ് പാർട്ട്, നമ്മുടെ റേഷ്യോ. അതിനെ എങ്ങനെ ചെയ്യാം? അപ്പൊ 80 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, കാരണം 80 രൂപയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഗുണിക്കുക. 7 8 56. 7 8s are 56. ഒരു 0, 80-ന്റെ 0 ഇട്ട് കൊടുത്തു. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 560 divided by 16. 16. നമുക്കറിയാം 6 3s ആണ് 48. അപ്പം 6 3s are 48 എഴുതി. സിക്സിന് 8 പോകത്തില്ല, അടുത്ത സ്ഥാനത്തു നിന്ന് എടുക്കുക. ഇത് 4 ആകും, ഇത് 16 ആകും. വീണ്ടും 8 കുറച്ചു. 16-ന് 8 പോയാൽ 8. 0 താത്തിറക്കി. 5 16 are 80. 35. ആൻസർ 35. ഓക്കെ. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് rupees 15, rupees 30, rupees 35. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. Ajay's monthly income is rupees 1550 and monthly expenditure
is 1200. The ratio between his monthly income and expenditure will be. Question വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. Ajay's monthly income is rupees 1550 and monthly expenditure is 1200. The ratio between his monthly income and expenditure will be. Okay. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. പഠിപ്പിക്കുന്ന തുടങ്ങുന്ന സമയത്ത് പിന്നെ പറയരുത്. ഓക്കെ. അജയ്യുടെ മന്ത്ലി മാസ വരുമാനം 1550 ആണ്. അദ്ദേഹത്തിന്റെ ചെലവ് മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ചെലവ് 1200 ആണ്. The ratio between his monthly income and monthly expenditure. ഇപ്പോ സാലറിയും ചെലവാകുന്ന കിട്ടുന്ന പൈസയും അപ്പൊ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ, അതിന്റെ അവരുടെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ റേഷ്യോയിൽ കാണിക്കേണ്ടത്. മന്ത്ലി ഇൻകം 1550, ചിലവ് 1200. ഇതിനെ നമ്മൾ റേഷ്യോയിലേക്ക് ചെറിയ അളവിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനെ രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. ആദ്യം 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം ഏറ്റവും ലാസ്റ്റിൽ 0 ആയതുകൊണ്ട് നമുക്കറിയാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സീറോകൾ അങ്ങ് പോകും. ഇപ്പൊ 2 സീറോ എങ്ങ് പോയി, ഇവിടുത്തെ ഒരു സീറോയും പോയി, ഇവിടുത്തെ ഒരു സീറോ. 2 സീറോ ഇവിടുത്തെ പോകത്തില്ല, കാരണം ഇവിടെ ഒന്നേ ഉള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാവണം. രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കണം. ആൻസർ എഴുതുവാണ്. ഇൻകം റേഷ്യോ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1550 ഈസ്റ്റു 1200. അപ്പൊ ഞാൻ ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോ പൂജ്യങ്ങൾ അങ്ങ് പോകും. 155 120 ആവും. നമുക്കറിയാം ഒരു സംഖ്യയുടെ 1ന്റെ പ്ലേസിൽ 5 0 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. 155നെ 5 കൊണ്ട്, 3 5s are 15, 1 5s are 5, 31. ഓക്കെ. അടുത്തത് 120നെ 5 കൊണ്ട്, 5 2s are 10, 2ന് 0 പോയാൽ 2 തന്നെ, 0 താത്തിറക്കി. 4 5s are 20, 24. ആൻസർ 31:24. 31:24.
അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ആയിരുന്നേ. ഇത് 6ാമത്തെ ടെക്സ്റ്റിലെ 6th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 29. ഓക്കെ, 29. Page number 288. A table is 2.7 meter long and 1.2 meter broad. Find the ratio of its length to the breadth. ശ്രദ്ധിക്കുക. A table is, അത് എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ പെട്ടെന്ന്. The table is 2.7 meter long and 1.2 meter broad. Find the ratio of its length to the breadth എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാം. A table is 2.7 meter long and 1.2 meter broad. Find the ratio of its length to the breadth. അതായത് ലോങ് 2.7 meter ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, അതായത് ലെങ്ത് എന്ന് പറയുന്നത് 2.7 meter ആണ്. 1.2 meter ബ്രോഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്, വീതി, നീളവും വീതിയും. ഓക്കെ, നീളവും വീതിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ലെങ്ത് ടു ദ ബ്രെഡ്ത്ത് റേഷ്യോ. ലെങ്ത് റേഷ്യോ എപ്പോഴും ആദ്യം പറയുന്ന സംഖ്യ ആദ്യം തന്നെ എഴുതണം. ലെങ്ത് ടു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആദ്യം എഴുതണം, ബ്രെഡ്ത്ത് രണ്ടാമത് എഴുതണം. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 2.7 meter, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.2 meter. ഓക്കെ, ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്നാ പറഞ്ഞത്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2.7 ഈസ് ടു 1.2. 2.7 ഈസ് ടു 1.2. ഇപ്പൊ ദശാംശ രൂപത്തിലായതുകൊണ്ട് ഇത് ഡെസിമൽ പ്ലേസിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതി ചെറുതാക്കി റെഡിയാക്കാം. 2.7 by 1.2 രണ്ടിലും ഓരോ പ്ലേസ് വീതം പോയിന്റ് ഉള്ളതുകൊണ്ട് പോയിന്റ് ഇല്ലാതെ തന്നെ നമുക്കത് എഴുതാൻ സാധിക്കുന്നു. ഇനി ഇതിനെ കോമൺ ആയിട്ട് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കണം. 27ഉം 12ഉം 3യുടെ ടേബിളിൽ വരുന്നതാണ്. 3യുടെ ടേബിളിൽ വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 3 9s are 27ഉം 3 4s are 12ഉം ആണ്. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 9:4. 9:4.
ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റിലെ 24. എന്തോ ബിജു ബിന്ദു, എത്ര വട്ടമായി ഞാൻ മാക്സിമം നിങ്ങൾക്ക് ടൈം തന്നിട്ടാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുമ്പോ പോലും ഞാൻ പകുതിയാണ് മായ്ക്കുന്നത് നിങ്ങൾ എഴുതാൻ വേണ്ടി മാക്സിമം. എന്നിട്ടും ഭയങ്കര സ്ലോ ആണല്ലോ. ഇപ്പൊ ചിലപ്പോ എഴുതാത്ത കുട്ടികൾ വേറെ കാണും, അവർ ആ വീഡിയോ ക്ലാസ് കണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയുമ്പോ എല്ലാരും പറയത്തില്ലേ. സ്പീഡിൽ എഴുതാൻ നോക്കണം. നിങ്ങളുടെ ഈ കോച്ചിങ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്പീഡും കൂടി കൂട്ടുന്നതാ. അതിനാണ് പാസേജും മെന്റൽ എബിലിറ്റിയും നമ്മൾ ക്ലാസ്സിൽ തന്നെ കോച്ചിങ് ക്ലാസ്സിൽ തന്നെ ഇരുത്തി നമ്മൾ ചെയ്യിപ്പിച്ച് ബുക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെ എല്ലാവരെയും വിടുന്നത്. കാരണം നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24 ആണ്. The capacities of 3 bottles. The capacities of 3 bottles are 200 ml, are 200 ml, 500 ml and 1 liter. Find the ratio of the capacities of the 3 vessels. 3 The capacities of 3 bottles are 200 ml, 500 ml and 1 liter. Find the ratio of the capacities of 3 vessels. ശ്രദ്ധിക്കുക, അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. The capacities of 3 bottle, അതായത് ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞ ഒരു കുപ്പി, ഒരു പാത്രത്തിന്റെ കഴിവ്, അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാത്രത്തിന്റെ അളവ്, അതാണ് കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര അളവ് പദാർത്ഥം ഉൾക്കൊള്ളും. അതിന്റെ കഴിവെന്ന് പറയുന്നത് 200 ml പദാർത്ഥത്തെ ഉൾക്കൊള്ളുന്നു. വെള്ളമാണെങ്കിൽ വെള്ളം, എണ്ണയാണെങ്കിൽ എണ്ണ, മിൽക്കാണെങ്കിൽ മിൽക്ക്. 500 ml ഉൾക്കൊള്ളുന്ന ബോട്ടിലുണ്ട്, 1 ലിറ്റർ ഉൾക്കൊള്ളുന്ന ബോട്ടിലുണ്ട്. അപ്പൊ 3 സൈസാണ്, 200 ml, 500 ml, 1 ലിറ്റർ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് 3 വെസൽ. ഈ 3 പാത്രത്തിന്റെയും കപ്പാസിറ്റികളുടെ റേഷ്യോ കാണുക. കപ്പാസിറ്റികളുടെ റേഷ്യോ കാണുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 എണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു, ഒരേ ക്വാണ്ടിറ്റി ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. വ്യത്യസ്ത ടൈപ്പും ഒരേ ക്വാണ്ടിറ്റിയും. ഇത് മില്ലി ലിറ്റർ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് മില്ലി ലിറ്റർ. ഇത് രണ്ടും ml-ലും ഇത് ലിറ്ററിലുമാ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനെയും കൂടെ ml ആക്കിയിട്ട് വേണം റേഷ്യോ കാണാൻ. വ്യത്യസ്ത 2 എണ്ണം നമുക്ക് ഒരിക്കലും ഒരേ അളവായിരിക്കണം. ഇപ്പോ പാലിന്റെയും മിൽക്കിന്റെയും വാട്ടറിന്റെയും അളവ് മില്ലി ലിറ്ററിൽ തന്നെ ആണെങ്കിൽ അതിന് റേഷ്യോ എഴുതാം. ഒരെണ്ണം മില്ലി ലിറ്ററിലും ഒരെണ്ണം ലിറ്ററിലും ആണെങ്കിൽ അത് റേഷ്യോ ആക്കാൻ പറ്റില്ല. ഇനി ഓറഞ്ചസിന്റെ എണ്ണവും ആപ്പിളിന്റെ എണ്ണവും 2 കൂടെ ഇരിപ്പുണ്ട്. അതിൽ ഓറഞ്ചിന്റെ എണ്ണവും ആപ്പിളിന്റെ എണ്ണവും വ്യത്യാസമാണ്. അവിടെ എണ്ണം എന്നുള്ള
ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. 10 ഓറഞ്ച് 50 ആപ്പിള്. അപ്പൊ എണ്ണമാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. വ്യത്യസ്ത അളവുകളായിരിക്കരുത്. സാധനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ അളവ്, ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പൊ ഇവിടെ 200 ml, 500 ml, 1 ലിറ്റർ. ഈ 1 ലിറ്ററിനെ നമ്മൾ ml ആക്കണം. നമുക്കറിയാം ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം 1000 ആണ്. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അതുകൊണ്ട് 1 ലിറ്ററിനെ നമുക്ക് 1000 ml എന്ന് എഴുതാം. 1000 ml എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ഇനി റേഷ്യോയിൽ എഴുതാൻ പറ്റും, കുഴപ്പമില്ല. റേഷ്യോ ഈക്വൽ ടു 200:500:1000. അപ്പൊ റേഷ്യോയിലായി, കാരണം എല്ലാം മില്ലി ലിറ്ററിലാണ്. 1 ലിറ്റർ എഴുതരുത്, കാരണം ലിറ്ററിലാണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ആ റേഷ്യോ ഒന്ന് ചെറുതാക്കാൻ പോവാ. 200:500:1000. അപ്പൊ ഇതിന്റെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാകും 100, അതായത് 2 പൂജ്യമുള്ള സംഖ്യകളാണെല്ലാം, മറ്റേതിൽ 3 പൂജ്യം. അതിന്റെ അർത്ഥം നമുക്ക് 100 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100 കൊണ്ട്. അപ്പൊ ഇതിനെയെല്ലാം ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 200-ല് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പൂജ്യം പോകും 2, ഇതിൽ 2 പൂജ്യം പോകും 5, ഇതിലും 2 പൂജ്യം പോകും 10. 2:5:10. 2:5:10. ഇതിന് 3-നും കോമൺ ആയ ഫാക്ടേഴ്സ് ഇല്ല. 2ഉം 5ഉം 10ഉം കോമൺ ആയിട്ട് ഒരു ടേബിളിൽ വരുന്നില്ല ആൻസർ ആയിട്ട്. അതുകൊണ്ട് ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതല്ല, 20ാമത്തെ ക്വസ്റ്റ്യനെ. ഫൈൻഡ് ദ റേഷ്യോ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 210 meter 270 meter and 210 meter 270 meter and 3 കിലോമീറ്റർ. കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 210 മീറ്റർ 270 മീറ്റർ 3 കിലോമീറ്ററാ. ഞാൻ പറഞ്ഞായിരുന്നു 3ഉം ഒരേ അളവിലാണെങ്കിൽ മാത്രമേ നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ 210 മീറ്റർ 3 കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റിയെങ്കിലേ റേഷ്യോ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് 3 കിലോമീറ്റർ, അതായത് നമുക്കറിയാം 100 മീറ്റർ ആണ് 100 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അതുകൊണ്ട് 100 കിലോമീറ്റർ ആണ് 100 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട്
നമുക്കിതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കാം. അപ്പം ഈ ഒരു സംഖ്യ 3 എന്നുള്ളത് മാറുന്നു. ഓക്കെ, കിലോമീറ്റർ ഓക്കെ. അതുകൊണ്ട് കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 300 മീറ്റർ. ശ്രദ്ധിക്കുക, 300 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കിട്ടി. 210 മീറ്റർ റേഷ്യോ എഴുതാം. 210 മീറ്റർ ഈസ്റ്റു 270 മീറ്റർ ഈസ്റ്റു 300 മീറ്റർ. ഓക്കെ, ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള, അപ്പൊ ഞാൻ മീറ്ററും കൂടെ ചേർത്ത് എഴുതിയെന്നേ ഉള്ളൂ. 210 ഈസ്റ്റു 270 ഈസ്റ്റു 300. ഇതിനെയെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 3 കൊണ്ടല്ല, ആദ്യം 0 കളയാം, 0 കളയാൻ വേണ്ടി നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ പൂജ്യങ്ങൾ അങ്ങ് പൊക്കോളും. 0 0 0 0 0 0. 21 ഈസ്റ്റു 27 ഈസ്റ്റു 30. ഇതിൽ നിന്നും 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആൻസർ ആണ് ഇതെല്ലാം. അതുകൊണ്ട് 3 7s are 21, 3 9s are 27 and 10 3s are 30. അതുകൊണ്ട് റേഷ്യോ 7:9:10. 7:9:10. എല്ലാവരും എഴുതുക. 7:9:10. നമുക്ക് അടുത്ത പാസേജിലോട്ട് പോകാം. എഴുതിക്കോ, ഞാൻ വായിക്കത്തില്ല. ലാംഗ്വേജ്. വർക്ക്ഷീറ്റ് വർക്ക്ഷീറ്റ് 5 പാസേജ് 1 പേജ് നമ്പർ 339. ഓക്കെ, ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് ഓപ്പൺ ആക്കി വെക്കണം. അല്ലാത്തവർ സ്ക്രീനിൽ നോക്കുക. ടെക്സ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പാസേജ് One day, a merchant went to Lord Buddha and abused him. The merchant hurled many abuses on him, but Lord Buddha remained quiet. When the merchant stopped his abuses, the Lord Buddha said to him, "Brother, does any guest ever visit your house?" He replied, "Certainly." The Lord Buddha asked him, "Do you serve them meals?" "Certainly."
I serve the meals, said the merchant. Lord Buddha again said, suppose you give something to the guest and he does not accept that, what will happen? The merchant replied, how funny your question is. If they don't accept the food, it will remain with us. Then Lord Buddha said in a low, slow tone, whatever you were giving me is with you now. On hearing these words of Lord Buddha, the merchant was highly ashamed. He took a pledge never to use bad language in future. ശ്രദ്ധിക്കുക. One day a merchant went to Lord Buddha and abused him. ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ, മെർച്ചന്റ് എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരൻ went to the Lord Buddha, ശ്രീബുദ്ധന്റെ അടുത്തേക്ക് പോയി. ആത്മീയ ജീവിതം നയിക്കുന്ന, നമ്മുടെ ലോകത്തിലെ ജീവിതം ലോകത്തെ ഒന്നും നോക്കാതെ ആത്മീയമായിട്ട് നടക്കുന്ന ഒരാളാണ് മഹാനായ ശ്രീബുദ്ധൻ. അപ്പൊ ലോർഡ് ബുദ്ധ ദൈവികമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ലോർഡ് ബുദ്ധ ആൻഡ് അബ്യൂസ്ഡ് ഹിം. ശ്രീബുദ്ധന്റെ അടുത്തേക്ക് പോയിട്ട് അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത വാക്കുകളൊക്കെ പറയുക, അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ ഉപദേശിക്കുക, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. The merchant hurled many abuses on him. അതായത് വേണ്ടാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിലേക്ക് ചൊരിയുന്നു. ഹേൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാരി ചൊരിയുക എന്നാ. അതുകൊണ്ട് ആ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അങ്ങ് ശരീരം മുഴുവൻ മൂടുന്നു. ബട്ട് ലോർഡ് ബുദ്ധ റിമൈൻഡ് ക്വയറ്റ്. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് അങ്ങിരുന്നു, നിശബ്ദനായിരുന്നു. ക്വയറ്റ്. When the merchant stopped his abuses നിർത്തി, അതായത് ഈ പറച്ചിൽ ഇങ്ങനെ നിർത്തിയപ്പോ ലോർഡ് ബുദ്ധ said to him, ശ്രീബുദ്ധൻ ചോദിച്ചു, ബ്രദർ, സഹോദര, does any guest ever visit your house? എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ? He replied, certainly, തീർച്ചയായും വന്നിട്ടുണ്ട്. The Lord Buddha asked him, do you serve them meals? അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ടോ? Certainly, I serve them meals. ഞങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. Said the merchant. കച്ചവടക്കാരൻ പറഞ്ഞു. Lord Buddha again said, പിന്നെയും ചോദിച്ചു, suppose you give something to the guest. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഗസ്റ്റിന് കൊടുത്തു എന്ന് വിചാരിക്കുക. And he does not accept that. എന്നാൽ ആ വ്യക്തി അത് സ്വീകരിക്കാതെ അവിടെ തന്നെ വെച്ചു. It will remain, okay, what will happen? അപ്പൊ ചോദിച്ചു, എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് the merchant replied, ആ കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു, how funny your question. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് മണ്ടത്തരമാണ്. If they don't accept the food, അവര് ഫുഡ് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവര് ഫുഡ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, it will remain with us, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. Then Lord Buddha said in a slow tone, അപ്പോൾ സമാധാനപരമായി, സ്ലോ ടോൺ എന്ന് പറഞ്ഞ ശബ്ദം കുറച്ച് പറഞ്ഞു, whatever you were giving me, എന്തൊക്കെയാണോ നിങ്ങൾ എനിക്ക് തന്നത്, അതായത് ഈ ചീത്ത പറഞ്ഞതിനെ പറ്റിയാണ്, നിങ്ങൾ എന്തൊക്കെയാണോ എനിക്ക് തന്നത് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഒരുപാട് അറിവുള്ളവർ ഒത്തിരി സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാം നിശബ്ദമായി കേട്ടോണ്ടിരുന്നിട്ട് ഒരൊറ്റ കാര്യമേ ഇത്രയും ചോദിച്ചിട്ട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് ഈ ഒരു സെന്റൻസേ പറഞ്ഞുള്ളൂ, വാട്ടെവർ യു വെയർ ഗിവിംഗ് മീ, എന്തൊക്കെ നിങ്ങൾ എനിക്ക് തന്നോ അതെല്ലാം ഈസ് വിത്ത് യു നൗ, നിങ്ങളിൽ തന്നെയുണ്ട്. ഓൺ ഹിയറിംഗ് ദീസ് വേർഡ്സ്, ഈ വാക്കുകൾ കേട്ടപ്പോൾ ലോർഡ് ബുദ്ധയുടെ ദ മെർച്ചന്റ് വാസ് ഹൈലി അഷേംഡ്, നാണക്കേട് തോന്നി. ഹി ടുക്ക് എ പ്ലെഡ്ജ്, അന്ന് മുതൽ ഒരു പ്രതിജ്ഞ എടുത്തു. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ. നെവർ ടു യൂസ് ബാഡ് ലാംഗ്വേജ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഒരിക്കലും ഒരു ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു. ഓക്കെ, അതായത് ഇവിടെ ഒരു കച്ചവടക്കാരൻ തൻ്റെ ശ്രീബുദ്ധന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ അനാവശ്യ വാക്കുകളും
വേണ്ടാത്ത കാര്യങ്ങളും കുറെ ഉപദേശവും ഒക്കെ കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മിണ്ടാതിരിങ്ങനെ ഇപ്പൊ പറച്ചിൽ നിർത്തിയപ്പോ ബുദ്ധൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ട് വളരെ നിശബ്ദനായിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, ബ്രദർ, സഹോദര, അപ്പോഴും വിളിച്ചത് സഹോദര എന്നാണ്, നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും വിരുന്നുകാർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അല്ല, വിരുന്നുകാർ വരാറുണ്ടോ എന്ന് ചോദിച്ചു. വരാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾ അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരു തമാശ പറയുന്നു, അവര് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ആവിയാതിരിക്കും. അപ്പൊ കൊടുത്ത സാധനം സ്വീകരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ. എന്നിട്ട് പതിയെ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം എനിക്കിപ്പോൾ തന്നോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പൊരുൾ മനസ്സിലായി. ആ കച്ചവടക്കാരന് നാണക്കേട് തോന്നി. എന്നിട്ട് തീരുമാനമെടുത്തു, ഇനി ആരെയും അബ്യൂസ് പറയാനായിട്ട് നിൽക്കില്ല എന്ന് തീരുമാനമെടുത്തു, പ്രതിജ്ഞ എടുത്തു. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങളിൽ തന്നെ ഇരിക്കുമെന്ന് പറയാൻ കാര്യം, നമ്മൾ ഒരാളെ ചീത്ത പറയുമ്പോൾ അയാൾ അത് കേട്ടില്ല എങ്കിൽ, അയാൾ അത് മൈൻഡ് ചെയ്തില്ല എങ്കിൽ അത് നമ്മളിൽ തന്നെ ഇരിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ വിളിച്ചതുപോലെ ആകുന്നു. ഓക്കെ. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, when the merchant hurled abuses on Lord Buddha. അപ്പൊ ലോർഡ് ബുദ്ധയില്, ശ്രീബുദ്ധയില് ബുദ്ധന്റെ ഇങ്ങനെ ചൊരിയുകയാണ്, അബ്യൂസസ് ചൊരിയുകയാണ്. അതായത് വേണ്ടാത്ത വാക്കുകളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുന്നു. ലോർഡ് ബുദ്ധ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. ക്വയറ്റ് ആയിട്ടങ്ങിരുന്നു, നിശബ്ദനായിട്ടിരുന്നു. ഹി കെപ്റ്റ് ക്വയറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1, ഹി കെപ്റ്റ് ക്വയറ്റ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, despite hearing the abuses of the merchant, Lord Buddha addressed him as a brother. What quality of Lord Buddha's character is revealed despite of hearing the abuses? അതായത് അയാൾ പറഞ്ഞ വേണ്ടാത്ത കാര്യങ്ങളെ ഒന്നും വകവെക്കാതെ, ചിന്തിക്കാതെ ആ കച്ചവടക്കാരനെ ശ്രീബുദ്ധൻ ബ്രദർ എന്നാണ് അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? നമുക്ക് എളുപ്പം പറയാൻ പറ്റും, ഗ്രേറ്റ്നെസ്. മഹത്തായ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ഗ്രേറ്റ്നെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the merchant stopped abusing Lord Buddha because അതായത് ആ ഒരു അബ്യൂസിങ് പറച്ചിൽ അങ്ങ് നിർത്തി. എന്തുകൊണ്ട്? അതിനെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ അത്. അതിൽ ആദ്യം നമുക്ക് 2 അർത്ഥം നമുക്ക് അതിലെടുക്കാം. ഒന്നാമത്തേത്, ലോർഡ് ബുദ്ധ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ അദ്ദേഹം നിർത്തി. അതല്ലാതെ പിന്നീട് ആ പറച്ചിൽ നിർത്തിയത് എന്താണ്? അപ്പൊ 2 രീതിയിൽ അതിന്റെ ആൻസർ പറയാം. ശ്രീബുദ്ധൻ മിണ്ടാതിരുന്നത് കൊണ്ടാണെന്നും പറയാം, പിന്നെ പറയാം സ്വന്തമായി നാണക്കേട് തോന്നിയിട്ടാണെന്നും പറയാം. അപ്പൊ അതിന്റെ ആൻസർ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ലോർഡ് ബുദ്ധ ഡിഡ് നോട്ട് ഗിവിങ് എനി റിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തതെന്ന്. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. തന്നെത്താനെ ഒരു നാണക്കേടും തോന്നി, അതുകൊണ്ടാണ് പറച്ചിൽ നിർത്തിയെന്നും നമുക്ക് ആൻസർ പറയാം. ഓക്കെ. ഇപ്പൊ തൽക്കാലം അതിന്റെ ആൻസർ 3 എന്ന് എഴുതിയാൽ മതി. വാട്ട് ഡസ് ദ റൈറ്റർ വാണ്ട് ടു ഡെപിക്ട് ത്രൂ ദ പാസേജ്? അപ്പൊ ഈ എഴുതുന്ന ആള് എന്താണ് നമ്മളിലേക്ക് തരാൻ, എന്ത് മെസ്സേജ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അപ്പോ ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ഫൂളിഷ്നെസ് ഓഫ് ദ മർച്ചന്റ്, കച്ചവടക്കാരന്റെ ഫൂളിഷ്നെസ്.
അല്ല. ക്ലവർനെസ് ഓഫ് ലോർഡ് ബുദ്ധ, ലോർഡ് ബുദ്ധയുടെ ബുദ്ധിപരമായ നീക്കമാണോ? അല്ല. ടോളറൻസ് ഓഫ് ലോർഡ് ബുദ്ധ, ടോളറൻസ്, അതായത് നമ്മളെ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും പറയാതിരുന്നാൽ അല്ലെ, സഹിക്കുക, സഹനശേഷിയാണ് ടോളറൻസ്. ഓക്കെ, ആൻസർ ടോളറൻസ് ഓഫ് ലോർഡ് ബുദ്ധ. അതിനെപ്പറ്റി പറയാനാണ് ആ എഴുത്തുകാരൻ നമ്മളിലേക്ക് ഇത് കൊണ്ടുവന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എഫക്റ്റ് ഓഫ് ലോർഡ് ബുദ്ധാസ് റിപ്ലൈ? ഇപ്പൊ ലോർഡ് ബുദ്ധൻ കൊടുത്ത മറുപടിക്കിടെ എന്താണ് പരിണിത ഫലം ഉണ്ടായത്? എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിച്ചു? അതിന്റെ ആൻസർ ഒന്നാമത്തേതാണ്, ദ മർച്ചന്റ് റിസോൾവ്ഡ് നെവർ ടു അബ്യൂസ് എനിവൺ. ഇപ്പൊ റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലെത്തി. അദ്ദേഹത്തിന് ഒരു ഉത്തരത്തിലെത്തി, ഇനിയും ആരെയും ഞാൻ നാണം കെടുത്തില്ല, അല്ലെങ്കിൽ വഴക്ക് പറയില്ല, ആവശ്യമില്ലാതെ ഒന്നും പറയില്ല എന്ന തീരുമാനത്തിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1, ഹി കെപ്റ്റ് ക്വയറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്രേറ്റ്നസ്, ഒന്നാമത്തെ ഓപ്ഷൻ ഗ്രേറ്റ്നസ്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ, തേർഡ് ഓപ്ഷൻ ലോർഡ് ബുദ്ധ ഡിഡ് നോട്ട് ഗീവ് എനി റിപ്ലൈ. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ തേർഡ്, ടോളറൻസ് ഓഫ് ലോർഡ് ബുദ്ധ. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫസ്റ്റ് വൺ, the merchant resolved never to abuse anyone. Okay, അടുത്ത മെന്റൽ എബിലിറ്റി ആണ്. അതുപോലെ ഇതിനകത്ത് കുറച്ച് വാക്കുകൾ അത് വലിയ ടഫായിട്ടുള്ളതൊന്നുമില്ല. മർച്ചന്റ് കച്ചവടക്കാരൻ, പിന്നെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൊരിയുക, അത്രയൊക്കെ ഉള്ളൂ. സർട്ടൻലി. ഓക്കെ, അടുത്തത് മെന്റൽ എബിലിറ്റി ആണ്. നമ്മൾ ചെയ്ത മെന്റൽ എബിലിറ്റി ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ ടെക്സ്റ്റിൽ ടിക്ക് ചെയ്ത് പോകാം. ഒരിക്കലും ആൻസറിലേക്ക് നോക്കരുത് ടെക്സ്റ്റിലെ. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ സ്വയം കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ ഈസിയാണ്, ഞാൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഒന്നും അറിഞ്ഞിരുന്നാൽ മതി. വർക്ക്ഷീറ്റ് 3 ആണ്, പാർട്ട് 1 ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തത് വ്യത്യാസം കണ്ടെത്തി ഏറ്റവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് മാറ്റി എഴുതാനായിരുന്നു. അപ്പൊ അതിലെ വർക്ക്ഷീറ്റ് 3 ആണ് നമ്മൾ ചെയ്യുന്നത്. വർക്ക്ഷീറ്റ് 3. ഓക്കെ, പാർട്ട് 1 വർക്ക്ഷീറ്റ് 3, പേജ് നമ്പർ 42. പേജ് നമ്പർ 42. ഓക്കെ, ഒന്നാമത്തെ ഫിഗർ നോക്കുക. ഒന്നാമത്തെ ഫിഗർ നോക്കുക. ആദ്യത്തത് ഒരു ഫുട്ബോളും പിന്നെ ഉള്ളത് കപ്പ്, ബോട്ടിൽ ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫുട്ബോൾ ആണ് ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 1 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ 4B38. 4, 3, 8 നമ്പേഴ്സും ബി ഒരു ലെറ്ററുമാണ്. അപ്പൊ ബി ആണ്, അതായത് രണ്ടാമത്തെ ഫിഗർ ആണ് ആൻസർ. മൂന്നാമത്തെ നോക്കുക. ചെയർ ഉണ്ട്, ടേബിൾ ഉണ്ട്, അംബ്രല്ല ഉണ്ട്, ബെഡ് ഉണ്ട്. ഇതിനകത്ത് അംബ്രല്ലയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരു മാംഗോ, ആപ്പിൾ, അത് കഴിഞ്ഞ് ഒരു വെജിറ്റബിളാ കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ഫ്ലവറാ. അപ്പൊ ഇതില് 3-ലും ഇതില് 4-ലും ഏറ്റവും കൂടുതൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഫ്ലവർ ആണ്. അതുകൊണ്ട് ആൻസർ, നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നാലാമത്തെ ഫിഗർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാച്ച്, പിന്നെ ടൈം പീസ്, അല്ലാതെ തൂക്കിയിടുന്ന ക്ലോക്ക്, പിന്നെ റേഡിയോ. ഇതിനകത്ത് സമയം കാണാനാണ് 3 എണ്ണം ഉപയോഗിക്കുന്നത്, റേഡിയോ അതിനല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. 2, കാരണം മറ്റേതിലെല്ലാം 2 ഫിഗർ വീതമുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ അതും ഈസി ആയിട്ട് കിട്ടും. മറ്റേത് 3 മൂർച്ചയേറിയതും
നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ കലം എന്ന് പറയുന്നത്, പോട്ട് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന. ഓക്കെ, വ്യത്യാസമുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ലാസ്റ്റ് വണ്ണാണ് ആൻസർ. നാലാമത്തെ, എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ 4. അടുത്ത 9. 9ന്റെയും ഈസി ആയിട്ട് കിട്ടും. എല്ലാ ഫിഗറിലും ഡോട്ടഡ് ലൈൻ ഉണ്ട്. എന്നാൽ മൂന്നാമത്തെ ഫിഗറിൽ ഡോട്ടഡ് ലൈൻ ഇല്ല, അതുകൊണ്ട് 3. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചരിഞ്ഞു കിടക്കുന്നു 3 എണ്ണം, ഒരെണ്ണം നേരെയാണ്, അതുകൊണ്ട് 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 2. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 2. അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞതില് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് എഴുതേണ്ടത് 3ാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. 3, 4, 5 ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഇട്ട് വെക്കുവോ, ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുവോ ചെയ്യുക. ഓക്കെ, അടുത്തത് അല്ലല്ല, വർക്ക്ഷീറ്റ് 4 അടുത്തത് അത് തന്നെ. വർക്ക്ഷീറ്റ് 4 കുറെ ഇൻസ്ട്രുമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് 2ാമത്തെ ഫിഗറായ സ്റ്റൂള് മാത്രമാണ്. ബാക്കിയെല്ലാം ഇൻസ്ട്രുമെന്റുകളാണ്. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഷർട്ട് ഉണ്ട്, ഒരു ബ്ലൗസ്, പിന്നെ ഒരു ബനിയൻ, പിന്നെ ചപ്പൽ. അതിനകത്ത് ആൻസർ ചപ്പലാണ്. 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. പ്ലെയിൻ, 2 കപ്പൽ, ബോട്ട്, പിന്നെ സാധാരണ ഒരു വള്ളം. അപ്പൊ അതിലെ ഏറ്റവും വ്യത്യാസമായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് ഫിഗറായ എയ്റോപ്ലെയിൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2, കാരണം ബാക്കി എല്ലാ ലെറ്ററും 7 മാത്രമേ ഉള്ളൂ നമ്പർ ആയിട്ട് വരുന്നത്. 5th ക്വസ്റ്റ്യൻ ഫിഗറാണ്, ഫേസ് ആണ്. അതിൽ റെക്ടാങ്കുലർ ഫേസും ഉണ്ട്, സർക്കുലർ ഫേസും ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ 3. അടുത്ത സ്ക്രീൻ. ഓക്കെ, അടുത്തതിൽ എയ്റോപ്ലെയിൻ, പിന്നെ ബസ്, ലോറി, സ്കൂട്ടർ. അതിനകത്ത് കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് ബാക്കി 3ഉം, 1 അന്തരീക്ഷത്തില്. അതുകൊണ്ട് 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യന് ബസ്, കാറ്, ലോറി പോലെ ഒരു വാഹനം, പിന്നെ കാളവണ്ടി. കാളവണ്ടി ആണ് അതിലെ ആൻസർ. കാരണം വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ എഞ്ചിനൊക്കെ ഉപയോഗിച്ച് ഓടുന്നതാ. കാളവണ്ടി, കാളയാണ് ആ വണ്ടിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 4. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ പുലിയുണ്ട്, കരടിയുണ്ട്, ചെന്നായയുണ്ട്, ആടുണ്ട്. ഇതിനകത്ത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന, അതായത് ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുന്നത് ആടാണ്, ഗോട്ടാണ്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 4. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലിഫന്റ്, റാബിറ്റ്, ഹോഴ്സ്, പിന്നെ ഒട്ടകം. ഓക്കെ, ഇവിടെ ഒട്ടകം മാത്രമാണ് മരുഭൂമിയിൽ ഉള്ള ജീവി. ഇവിടെ സാധാരണ അങ്ങനെ പൊതുവായിട്ട് കാണാറില്ല. അപ്പം ക്യാമൽ. ഓക്കെ, താങ്ക് യു. എലിഫന്റ്, റാബിറ്റ്, ഹോഴ്സ്, ക്യാമൽ. ആൻസർ ക്യാമൽ. 10ാമത്തെ ക്വസ്റ്റ്യൻ മാംഗോ, പിന്നെ ഓറഞ്ച്. ഒരു വെജിറ്റബിൾ ആണ് 3ാമത് കൊടുത്തിരിക്കുന്നത്. ക്യാരറ്റോ അങ്ങനെ സ്പിനാച്ചോ അങ്ങനെ എന്തോ ആണ്. 4ാമത്തത് പപ്പായ. അപ്പൊ ആൻസർ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 3. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇതിന്റെ ആൻസർ ഒന്നുകൂടെ വായിക്കാമേ, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് പറയാം. അപ്പൊ ഈ ഡിഫറൻസ് കാണാനുള്ളത് വളരെ ഈസിയാ. അതുകൊണ്ട് പാടായിട്ടുള്ളതായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ. ഇതിനകത്തുനിന്ന് പാടായിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കണം. ഒരിക്കലും ആൻസർ നോക്കി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ആദ്യം മുതലുള്ളതിനെ ഞാൻ ആൻസർ വായിക്കാൻ പോകും. വർക്ക്ഷീറ്റ്
3 മുതലുള്ളത്. വർക്ക്ഷീറ്റ് 3 ഒന്ന് ഇടാവോ? ആദ്യം ഇട്ടത്. ഇതിന്റെ തന്നെ ആദ്യം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 2. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 3. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 4. ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 4. സിക്സ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 2. സെവൻത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 1. എയ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 4. അത് ഞാൻ പറഞ്ഞിരുന്നു, എച്ചിന്റെ രൂപത്തിലുള്ള ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എച്ച് ആയിട്ട് വന്നിരിക്കുന്ന ലാസ്റ്റ് മാത്രം, മറ്റേതെല്ലാം പുറത്തേക്കാണ് ലൈൻസ്. നയൻത് ക്വസ്റ്റ്യന്റെ ആൻസർ അടുത്ത. നയൻത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 3. 10th ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 2. അടുത്ത വർക്ക്ഷീറ്റ് 4 ആണ്. വർക്ക്ഷീറ്റ് 4-ലെ ഒന്നാമത്തെ ആൻസർ ഫിഗർ 2 ആണ്. രണ്ടാമത്തെ ആൻസർ ഫിഗർ 4 ആണ്. മൂന്നാമത്തെ ആൻസർ ഫിഗർ 1. നാലാമത്തെ ആൻസർ ഫിഗർ 2. അഞ്ചാമത്തെ ആൻസർ ഫിഗർ 3. സിക്സ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ ഫസ്റ്റ് 1. സെവൻത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫിഗർ 4th. എയ്ത്ത് ക്വസ്റ്റ്യന്റേത് 4th. നയൻത് ക്വസ്റ്റ്യന്റേത് 4th. 10th ക്വസ്റ്റ്യന്റേത് 3rd, മൂന്നാമത്തത്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ ടിക്ക് ചെയ്തിടേണ്ടത് വർക്ക്ഷീറ്റ് 3-ലെ 3, 4, 5. വർക്ക്ഷീറ്റ് 3 3, 4, 5 ബുക്കിന്റെ സൈഡിലോട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ ടിക്ക് ചെയ്താൽ മതി. പിന്നെ വർക്ക്ഷീറ്റ് 4-ല് ഒന്നാമത്തത് ഇമ്പോർട്ടന്റ് ആണ്, രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ആണ്, മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഏഴാമത്തത് ഇമ്പോർട്ടന്റ് ആണ്, എട്ടാമത്തതും 9ാമത്തതും ഇമ്പോർട്ടന്റ്. കാരണം നമുക്ക് അതിനകത്ത് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ആനിമൽസ് ആണെങ്കിലും നമുക്ക് തെറ്റ് വരുന്നത് ഈ ഡൊമസ്റ്റിക് ആനിമല്, വൈൽഡ് ആനിമല് അതിനെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതിനെ മിക്സപ്പ് ചെയ്ത് തരും. പിന്നെ വീല്, വണ്ടിയുടെ വീല് നോക്കിയിട്ട് ചിലപ്പോൾ തരാം. 4 വീൽ ഏതാണ്, 4 വീലിനകത്ത് ചിലപ്പോൾ 2 വീലർ എടുത്തിടും. അങ്ങനെ 3 വീലുള്ള വണ്ടിയുണ്ട്. പിന്നെ കരയിലൂടെ പോകുന്നത്, വെള്ളത്തിലൂടെ പോകുന്നത്, വായുവിലൂടെ പോകുന്നത്. ഇത് മൂന്നും സെപ്പറേറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇല്ല. ഓക്കെ, അടുത്തത് ബോർഡ് ഒന്ന് കാണിക്കാം. മെന്റൽ എബിലിറ്റി അതായത് ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് ഫിഗേഴ്സ് തരാൻ പോവാണേ. ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു 10 ഫിഗർ. ഇത് ഓഡ് 1 ഔട്ട് കണ്ടുപിടിക്കുക. ഓഡ് 1 അതായത് ഡിഫറന്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനുള്ളതാ. കുറച്ച് നമ്മൾ ചെയ്തതൊക്കെ തന്നെയാ. അപ്പൊ അതിലൊന്നാമത്തെ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പിന്നെ വേണ്ട ഇത് പെന്റഗൺ എന്ന് പറയും. പെന്റഗൺ, റെക്റ്റാങ്കിള്, ട്രയാങ്കിൾ, സർക്കിൾ, പെന്റഗൺ.
ഓക്കെ, അപ്പൊ ഇവിടെ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുള്ളതിൽ ഇവിടെ 4 സൈഡ് ഉണ്ട്, ഇവിടെ 3 സൈഡ് ഉണ്ട്, ഇവിടെ 5 സൈഡ് ഉണ്ട്. ഇതിൽ ഒരു സൈഡ് ആയിട്ട് പറയാൻ പറ്റാത്തത് സർക്കിൾ ആണ്. അതുകൊണ്ട് ആൻസർ ടിക്ക് ചെയ്താൽ മതി. ഇത്രയും വരച്ചിട്ട് ടിക്ക് ചെയ്തിരുന്നാ മതി. പറയണ്ട. ആ പറഞ്ഞ ആളുടെ മുഖം കാണുന്നില്ലല്ലോ. വീഡിയോ എങ്ങനെയാ വെച്ചേക്കുന്നത്? ഫോൺ അവിടെ വെച്ചിട്ട് അതിൽ കിടക്കുവാണോ? റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പെന്റഗൺ. ആൻസർ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് റെക്റ്റാങ്കിളിന് സ്ക്വയറിനകത്ത് ഒരു ട്രയാങ്കിൾ, സ്ക്വയറിനകത്ത് വേറൊരു സ്ക്വയർ, ആറ് വശമുള്ള ഒരു സൈഡിനകത്ത് ഒരു സ്ക്വയർ, പിന്നെ 5 വശമുള്ള ഒരെണ്ണത്തിനകത്ത് ഒരു ട്രയാങ്കിൾ. ഇതില് ആൻസർ ഫിഗർ ആയിട്ട് വരുന്നത് ഇതിലെല്ലാം വ്യത്യസ്തമാ എന്നാൽ ഒരേപോലെയുള്ളത് വരുന്നത് ഇതാണ്. 2 ഫിഗറും ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തത് സർക്കിൾ കൊടുത്തിട്ട് അതിന് നടുക്കൂടെ ഒരു ലൈൻ, സ്ക്വയറില് സെന്ററിൽ കൂടെ ഒരു ലൈൻ, സ്ക്വയറിനകത്ത് ട്രയാങ്കിളില് ഇങ്ങനെ ഒരു ലൈൻ, ഇതില് വേറൊരു ട്രയാങ്കിള് ഇങ്ങനെ ഒരു ലൈൻ. ഇതിലേതായിരിക്കും ഡിഫറെന്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എല്ലാം നോക്കിയേ, ഇത് ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരശ്ചീനം. ഇവിടെയും ഹൊറിസോണ്ടൽ, ഇവിടെയും ഹൊറിസോണ്ടൽ, എന്നാൽ ഇവിടെ മാത്രം താഴേക്ക് വെർട്ടിക്കൽ. ഇത് ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ഹൊറിസോണ്ടൽ ലൈൻ, എന്നാൽ ഇത് മാത്രം വെർട്ടിക്കൽ. ഓക്കെ ഓക്കെ അടുത്തത് ഈ സ്ക്വയർ ഞാൻ വരയ്ക്കുന്നത് ചോദ്യത്തിലെ സ്ക്വയർ കേട്ടോ. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരയ്ക്കുന്നതാ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. സ്ക്വയർ നിങ്ങൾ നോക്കണ്ട. ഈ സ്ക്വയർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. ഇതിനകത്ത് എഴുതുന്നതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ, ഇത് റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ ആണ്. ഇതില് സർക്കിൾ, ഇതില് റെക്റ്റാങ്കിൾ, ഇത് സ്ക്വയർ, ഇത് ട്രയാങ്കിൾ, ഇത് സർക്കിൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റെക്റ്റാങ്കിളിനകത്തൊരു സർക്കിൾ, സ്ക്വയറിനകത്ത് സ്ക്വയർ, ട്രയാങ്കിളിനകത്ത് ട്രയാങ്കിൾ, ട്രയാങ്കിളിനകത്ത് സർക്കിൾ, സർക്കിളിനകത്ത് സർക്കിൾ. അപ്പൊ ഇതില് ഒരേപോലെ അകത്തും പുറത്തും ഒരേപോലെ അല്ലാത്തത് ഇതാണ്. അപ്പൊ ആൻസർ ഇത്. ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് സമയം തരുന്നത് വരയ്ക്കാനാ. ഇൻ കേസ് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ വരച്ചാലും മതി. ഓക്കെ, അടുത്ത ഒരെണ്ണം.
ഒരു സർക്കിൾ തന്നിട്ട് അതിനെ 4 പാർട്ടാക്കുന്നു. എല്ലാത്തിലും ഒരു സർക്കിൾ തന്നിട്ട് 4 പാർട്ടാക്കി. ഓക്കെ, അതില് ആദ്യത്തേതിൽ ഒരു സർക്കിൾ, പിന്നെ ഒരു സ്ക്വയർ, പിന്നെ ഇങ്ങനെ ഒരു മാർക്ക്, പിന്നെ ഇങ്ങനെ. അടുത്തതില് ഇങ്ങനെ ഇൻറ്റു മാർക്ക്, സ്ക്വയർ, സർക്കിള്, പിന്നെ സ്ക്വയർ, ട്രയാങ്കിള്, ഇൻറ്റു മാർക്ക്, സർക്കിള്, പിന്നെ ഇൻറ്റു മാർക്ക്, സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിള്. ഓക്കെ, സർക്കിള്, റെക്റ്റാങ്കിള്, ഇൻറ്റു മാർക്ക്, ട്രയാങ്കിൾ. ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് ഇതിനകത്തുനിന്ന് ഏതാണ് ഡിഫറെന്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓർഡർ നോക്കുക. ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്നത് ഏതാണോ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. ഇത് തൊട്ടടുത്ത് കിടക്കുന്നത് തമ്മിലൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കിടക്കുന്നത് തമ്മിലൊന്ന് നോക്കിയാൽ മതി. ഇത് അടുത്തടുത്ത് കിടക്കുന്നത് തമ്മിലൊന്ന് നോക്കുക. 0യും സ്ക്വയറും. ഇടി 0യും സ്ക്വയറും, സർക്കിളും സ്ക്വയറും, സർക്കിളും സ്ക്വയറും. പക്ഷെ ഇവിടെ വന്നപ്പോ അത് മാറി. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. 0യും ട്രയാങ്കിളും, 0യും ട്രയാങ്കിളും, 0യും ട്രയാങ്കിളും. പക്ഷെ ഇവിടെ വന്നപ്പോ അത് മാറി. അപ്പോ ആ ഒരു റിലേഷൻ ഇതേ രീതിയിൽ വന്നിട്ടില്ല നാലാമത്തതില്. അതൊന്ന് വരയ്ക്കുക.